യഥാർത്ഥത്തിൽ ചൈന തന്നെയാണ് നയതന്ത്രത്തിന് അദൃശ്യമായി നേതൃത്വം നൽകുന്നത്. എണ്ണ വാങ്ങുകയും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുകയും ചെയ്യാൻ ചൈന തയ്യാറായി വരുന്ന ഒരു കാഴ്ച. അപ്പം ഇത് ഒരു കാരണവശാലും അവസാനിക്കാത്ത രീതിയിൽ യുദ്ധം നീട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു തന്ത്രം എന്ന നിലയിൽ കാണാം. കാരണം ഒരു 8 മുതൽ 10 ലക്ഷം വരെ സൈനികരെ അണിനിരത്താൻ ഇറാന് കഴിയുമെന്നാണ് ഇറാൻ പറയുന്നത്. ഹോർമൂസ് കടലിടുക്ക് ചോക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചോക്ക് ചെയ്യപ്പെടുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ സൗദിയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതൊരു നിഗൂഢ നീക്കമാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം ചോദിക്കാനുള്ളത്, ചൈനയിൽ നിന്ന് മറ്റൊരു വാർത്ത വന്നതാണ്. അതായത് ഇറാനിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാൻ ചൈന തയ്യാറെടുക്കുന്നതായി അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയതായി അമേരിക്കൻ മാധ്യമമായ CNN ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇറാനിലേക്ക് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറാൻ ചൈന തയ്യാറെടുക്കുകയാണ് എന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസികൾ സൂചിപ്പിച്ചിരിക്കുന്നത്. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെ ആക്രമിക്കാൻ സഹായിക്കുന്ന ഷോൾഡർ ഫയർഡ് എയർ മിസൈൽ സംവിധാനങ്ങൾ അടക്കമാണ് ചൈന കൈമാറാനിരിക്കുന്നത് അല്ലെങ്കിൽ കൈമാറിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുണ്ടായ വെടിനിർത്തൽ കരാറിനെ ചൈന മധ്യസ്ഥത വഹിച്ചു എന്ന അവകാശവാദങ്ങൾക്കിടയിൽ കൂടിയാണ് ഈ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. അടുത്ത മാസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. ചൈനയുടെ പുതിയ നീക്കം ട്രംപ് ഭരണകൂടത്തെ പ്രകോപിപ്പിക്കുന്നതാണോ? എന്താണ് ചൈനയുടെ പ്ലാൻ? വളരെ രസകരമായ, വളരെ സാധ്യതകളുള്ള ഒരു ആംഗിൾ ആണ് ദ ചൈന ഫാക്ടർ ഇൻ ഇറാൻ US ഡിപ്ലോമസി. യഥാർത്ഥത്തിൽ ചൈന തന്നെയാണ് നയതന്ത്രത്തിന് അദൃശ്യമായി നേതൃത്വം നൽകുന്നത് എന്നൊരു ചിന്ത പലപ്പോഴും ഉണ്ട്. പാകിസ്ഥാനാണ് മധ്യസ്ഥത എന്ന രീതിയിൽ മുന്നോട്ട് വന്നതെങ്കിലും അത് ചൈനയുടെ പ്രേരണയുണ്ട്. അമേരിക്കയും ചൈനയും തമ്മിൽ രഹസ്യമായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ ചൈന പൂർണ്ണമായി ഇറാനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ല. അപ്പോൾ ചർച്ചയെങ്കിൽ ചർച്ചയാകാം. ഇപ്പോൾ ഒരു ടാസിറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയാം. പക്ഷേ ആ ഒരു ചിന്ത ഒരു വശത്തുണ്ടെങ്കിൽ പോലും ചൈന ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ചൈനയിൽ നിന്ന് പുറത്തു വരുന്ന ചില വാർത്തകൾ, അതേക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. ചൈനീസ് ആയുധങ്ങൾ ഷോൾഡർ ടു എയർ മിസൈൽ, അതെന്തിനാണ്? യുദ്ധഭൂമിയിൽ ഉപയോഗിക്കാനുള്ള മിസൈലാണ്. അതിൻ്റെ ഒരു നല്ല ശേഖരം ഇറാനിലേക്ക് ചൈന കൊടുത്തുവിടുന്നു എന്നതാണ്. ചില കൺസൈൻമെൻറ്റുകൾ എത്തിയെന്നും മറ്റേത് വഴിയിലാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ. അത് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളാണ് എങ്കിൽ ചൈന ഈസ് സെൻഡിങ് ആംസ് ടു ഇറാൻ. എങ്ങനെയാണ് ഇതിനെ ഒന്ന് വ്യാഖ്യാനിക്കുക? ഇതിനെങ്ങനെയാണ് ഡീസൈഫർ ചെയ്യുക? ഇതിനെങ്ങനെ ഡീകോഡ് ചെയ്തെടുക്കാം? നോക്കൂ, അമേരിക്കൻ ആയുധങ്ങളാണ് യുദ്ധഭൂമിയിൽ പ്രയോഗിച്ചിരുന്നത് ഇതുവരെ. അമേരിക്കൻ ആയുധങ്ങളുടെ പ്രഹരശേഷി നമ്മൾ B-2 ബോംബേഴ്സിനെ കുറിച്ച് കേൾക്കുന്നു, B-52 ബോംബറുകളെ കുറിച്ച് കേൾക്കുന്നു, സ്റ്റെൽത്ത് F-35 ഉൾപ്പെടെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, F സീരീസിലുള്ള മറ്റു വിമാനങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, അവയുടെ പ്രതിരോധ ശക്തിയെക്കുറിച്ച് അറിയുന്നു, അമേരിക്കയുടെ ഥാർ ഡിഫൻസ് സംവിധാനം, അമേരിക്കയുടെ പെട്രിയോട്ട് മിസൈൽ ഡിഫൻസ് സംവിധാനം. അപ്പോൾ ഇങ്ങനെ ഏറിയൽ ഡിഫൻസിനെ കുറിച്ചും ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് കേപ്പബിലിറ്റി ഓഫ് വെപ്പൺസ് ഒറിജിനേറ്റിംഗ് ഫ്രം അമേരിക്ക, ഇതാണ് ഏറെ യുദ്ധസമയത്ത് കേൾക്കുന്നത്. ഇതൊരു തരം ഷോക്കേസിംഗ് ആണ്, ഭാവിയിൽ കച്ചവട സാധ്യതയുള്ള ഷോക്കേസിംഗ് ആണ്. അപ്പോൾ ഈ പന്തയത്തിൽ നിന്നും ചൈന പിന്മാറാനാവില്ലല്ലോ. ഇതൊരു തരം ആയുധ പന്തയം കൂടിയാണ്. അതുകൊണ്ട് ചൈനീസ് വെപ്പൺസ് ലോകവിപണിയിൽ സ്ഥാനമുണ്ടാകണമെങ്കിൽ, പ്രത്യേകിച്ച് ഏറ്റവും അധികം ഡിമാൻഡ് വരുന്ന വെപ്പൺസ്, അത് ആക്രമിക്കാനുള്ള വെപ്പൺസ് അല്ല, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. അപ്പം ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിലെത്തുന്നു എന്ന് കരുതുക. ഇറാൻ ഏതാണ്ട് കംപ്ലീറ്റ്ലി വ്യോമ പ്രതിരോധം, ട്രംപിൻ്റെ ഭാഷയിൽ പൂർണ്ണമായി വ്യോമ പ്രതിരോധം തകർന്നിരിക്കുന്നു. അപ്പം ഇറാൻ്റെ മേലെ യഥേഷ്ടം അമേരിക്കൻ വിമാനങ്ങൾക്ക് പറക്കാമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഏതാനും വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടത് എന്നതിന് ഉത്തരം ട്രംപ് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്നുകൂടി ഓർക്കണം. അപ്പോൾ കൂടുതൽ ശക്തമായി ചെറുത്ത് നിൽക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഒരു കരയുദ്ധത്തിന് പോലും ഇറാന് ആവശ്യമായി വരുന്നതുകൊണ്ടാണ് കരയുദ്ധത്തിൽ അഡ്വാൻസിങ് എനിമി കോളംസ്, ആർമി കോളംസ്, അമേരിക്കൻ അല്ലെങ്കിൽ ഇസ്രയേലി ആർമി മൂവ്മെൻറ്റ് ഇറാൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ശക്തമായ എയർ കവർ കൊടുക്കേണ്ടതുണ്ട്. അതാണ് സൈനിക തന്ത്രം. ഈ എയർ കവർ കൊടുക്കുമ്പോൾ ഏതാനും വിമാനങ്ങൾ വെടിവെച്ചിട്ടാൽ ഒരു ഫിയർ സൈക്കോസിസ് അവിടെ ഉണ്ടാകും. ഒരു ഏറിയൽ ഡിഫൻസ് സിസ്റ്റം പൂർണ്ണമായി തകർത്തിട്ടില്ല. ഇപ്പോൾ റഡാറുകൾ
അതുപോലെ വ്യോമ പ്രതിരോധ ഗൺസ് അല്ലെങ്കിൽ മിസൈലുകൾ, ഇതെല്ലാം തന്നെ തകർക്കുക എന്നതാണല്ലോ ആദ്യ റൗണ്ടിലെ കാര്യം. ഇതുപോലും തകർക്കാതെ കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കാനാവില്ല. അങ്ങനെയെങ്കിൽ ചൈന നിർമ്മിതവും റഷ്യ നിർമ്മിതമാണല്ലോ ഇന്ത്യ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന S-400. അപ്പോൾ ഇറാൻ്റെ കൈവശം S-300, S-400 സംവിധാനങ്ങളുണ്ട്. ഏറിയൽ ഡിഫൻസ് സംവിധാനങ്ങളാണ്. അപ്പോൾ ഇത് റീപ്ലനിഷ് ചെയ്യാനുള്ള സമയമായി ഈ വെടിനിർത്തൽ കാലഘട്ടത്തെ ഒരുപക്ഷെ ഇറാനും ഉപയോഗിച്ചേക്കാം. ഇറാൻ ചൈനയ്ക്ക് എണ്ണ വിൽക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ അളവിൽ ഉപരോധം കാരണം കുറവ് വന്നു. പക്ഷേ ആത്യന്തികമായി ചൈനയിലേക്കാണ് ഇറാൻ്റെ എണ്ണയുടെ നല്ല പങ്കും പോകേണ്ടത്. കാരണം റഷ്യക്ക് എണ്ണ ആവശ്യമില്ല. മറ്റു രാജ്യങ്ങളിലേക്ക് പോകാം, അത് ഉപരോധം പൂർണ്ണമായി ഒഴിവാക്കുകയാണെങ്കിൽ. ഉപരോധത്തെ മറികടന്നുകൊണ്ടും എണ്ണ വാങ്ങാൻ ചൈന തയ്യാറാവും. അങ്ങനെയെങ്കിൽ ആയുധങ്ങൾ തിരിച്ചു കൊടുക്കണമല്ലോ. എണ്ണ വാങ്ങുകയും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുകയും ചെയ്യാൻ ചൈന തയ്യാറായി വരുന്ന ഒരു കാഴ്ച. അപ്പം ഇത് ഒരു കാരണവശാലും അവസാനിക്കാത്ത രീതിയിൽ യുദ്ധം നീട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു തന്ത്രം എന്ന നിലയിൽ കാണാം. കാരണം ഇറാൻ്റെ സാധ്യത എന്താണ്? പരമാവധി പ്രതിരോധിച്ച് നിൽക്കുക, സൈന്യങ്ങൾ കടന്നു വരട്ടെ, ലെറ്റ് ദം ഗെറ്റ് ട്രാപ്ഡ് ഇൻ ദ മൗണ്ടൻ റേഞ്ചസ് ഓഫ് ഇറാൻ, ലെറ്റ് ദം ഗെറ്റ് ട്രാപ്ഡ് ഇൻ ദി ഡെസേർട്സ് ഓഫ് ഇറാൻ. ഇറാൻ്റെ ചതുപ്പ് ഭൂമിയിൽ, പീഠഭൂമിയിൽ, മരുഭൂമിയിൽ, കാടുകളിൽ, അതുപോലെ താഴ്വരകളിൽ അമേരിക്കൻ സൈന്യം ട്രാപ്ഡ് ആകട്ടെ, വളഞ്ഞിട്ട് പിടിക്കാം. ഇതൊക്കെയാണ് ഇറാൻ്റെ. കാരണം സേനാ ബലത്തിൽ, എണ്ണത്തിൻ്റെ കാര്യത്തിലെങ്കിലും കരസേനയുടെ എണ്ണം ഒരു വലിയ സൂചനയൊന്നുമല്ല. പക്ഷേ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ വളരെ മുന്നിലാണ്. ഒരു 8 മുതൽ 10 ലക്ഷം വരെ സൈനികരെ അണിനിരത്താൻ ഇറാന് കഴിയുമെന്നാണ് ഇറാൻ പറയുന്നത്. അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും റെഗുലർ ആർമിയിൽ തന്നെ 5-5 ലക്ഷമുണ്ട്. അമേരിക്കൻ മെറീനുകൾ ഏതാണ്ട് 50,000 പേരേ ഉള്ളൂ. പക്ഷേ 1-to-1 ഹെഡ് ടു ഹെഡ് അല്ല അവർ നോക്കുന്നത്. വെപ്പൺസിൻ്റെ പ്രഹരശേഷി, മെനൂവറിംഗ് കേപ്പബിലിറ്റി, ഓൺ ഗ്രൗണ്ട് ട്രെയിനിങ്, ഇതെല്ലാം ബാധകമാണ്. ടെക്നോളജി, ഏറിയൽ കവർ, സാറ്റലൈറ്റ് കവർ, ഇതെല്ലാം തന്നെ കാര്യമാണ്. അവിടേക്ക് ഇറാൻ ലേശം പിന്നോട്ട് പോയാൽ പോലും യഥാർത്ഥത്തിൽ എണ്ണം, ഗുണമേന്മയുടെ കാര്യത്തിൽ ചെറിയ ആശങ്ക ഉണ്ടാവുമെങ്കിലും എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷേ ഈ എണ്ണം കാര്യമല്ല, അവർക്ക് ആയുധങ്ങൾ ഉണ്ടാകണം, തോക്കുകൾ ഉണ്ടാകണം, പീരങ്കികൾ ഉണ്ടാകണം, റോക്കറ്റ് ലോഞ്ചറുകൾ ഉണ്ടാകണം, ഏറിയൽ ഡിഫൻസ് ഉണ്ടാകും. ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ നിലയിൽ കൊടുക്കാൻ സാധിക്കുന്നത് ചൈനയ്ക്കാണ്. അത് എത്തിച്ചു കൊടുക്കുക എന്നതാണ് പ്രധാനം. ഇപ്പം ചൈനീസ് ആയുധങ്ങളുമായി ഇറാനെ ലക്ഷ്യമാക്കി വരുന്ന കപ്പലുകളോ അല്ലെങ്കിൽ കരയിലൂടെ വരുന്ന കാര്യങ്ങളോ ഇത് മറ്റ് രാജ്യങ്ങൾ കടന്നു വേണം വരാൻ. അതിർത്തിയില്ലല്ലോ, മറ്റ് രാജ്യങ്ങൾ കടന്നു വേണം, അല്ലെങ്കിൽ കാസ്പിയൻ കടലിലൂടെ കടന്നു വരണം. ഇങ്ങനെയൊക്കെയുള്ള സേനാ നീക്കത്തെ, ആയുധ നീക്കത്തെ അമേരിക്ക പ്രതിരോധിച്ച് നിർത്തുമോ? അതൊരു വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കുമോ? അതുകൊണ്ട് വളരെ സങ്കീർണമാണ് കാര്യങ്ങൾ. ചൈനയുടെ കടന്നുവരവ് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. ചൈന വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നതിൻ്റെ ആദ്യ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ചൈനയ്ക്ക് ഇറാൻ്റെ എനർജി ആവശ്യമാണ്. വെനിസ്വലൻ എനർജി ഇപ്പോൾ ലഭിക്കുന്നില്ല, അമേരിക്കൻ കൺട്രോളിലാണ്. ഇറാൻ കൂടെ ആത്യന്തികമായി അമേരിക്കൻ കൺട്രോളിലാവുകയും മധ്യപൗരസ്ത്യ പ്രദേശത്തു നിന്നും ചൈനയിലേക്കുള്ള എണ്ണ ഒഴുക്ക് തടസ്സപ്പെടുകയും ചെയ്താൽ ചൈന ചോക്ഡാകും. അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് ചോക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചോക്ക് ചെയ്യപ്പെടുന്നു, അവരുടെ കൊങ്ങായ്ക്ക് പിടിക്കുന്നത് പോലെയാകും. അതെന്ത് വില കൊടുത്തും അത് തുറന്നെടുക്കേണ്ടതുണ്ട്. അതിന് നയതന്ത്ര മാർഗങ്ങളും അതേപോലെ തന്നെ സായുധ പ്രതിരോധ മാർഗങ്ങളും സമാസമം ഉപയോഗിക്കുന്ന ചൈനയെ നമ്മളിപ്പോൾ കാണുന്നു.